ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു മഹാശക്തിയെക്കുറിച്ചാണ്. ലോകത്തിന്റെ ഹൃദയമിടിപ്പും സംസ്കാരത്തിന്റെ തൊട്ടിലും ശക്തിയുടെ പ്രതീകവുമായ ഭാരതത്തെക്കുറിച്ച്. എന്തുകൊണ്ടാണ് പാകിസ്ഥാന് ഇന്ത്യയെ യുദ്ധങ്ങളിൽ തോൽപ്പിക്കാൻ കഴിയാത്തത്? ഇക്കാര്യമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വരൂ, ഇന്ത്യയുടെ അപരാജിതമായ കരുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയാണ്. ആദ്യ 3 സംസ്ഥാനങ്ങളിൽ ചൈന, അമേരിക്ക, റഷ്യ എന്നീ രാജ്യങ്ങളാണുള്ളത്. ഗ്ലോബൽ ഫയർ പവർ, മിലിറ്ററി ഡയറക്റ്റ് തുടങ്ങിയ അന്തർദേശീയ റിപ്പോർട്ടുകളും പഠനങ്ങളും ഈ സ്ഥാനം സ്ഥിരീകരിക്കുന്നു. ഇന്ത്യയുടെ സൈനിക ബജറ്റും സജീവ സൈനികരുടെ എണ്ണവും ആണവായുധ ശേഷിയും യുദ്ധവിമാനങ്ങളും നാവിക കപ്പലുകളും ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിംഗ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യക്ക് ഏകദേശം 14 ലക്ഷം സജീവ സൈനികരും ആണവായുധ ശേഷിയും വിപുലമായ കര, നാവിക, വ്യോമസേനകളുമുണ്ട്. പാകിസ്ഥാനേക്കാൾ സൈനിക ശക്തിയിൽ ഇന്ത്യ വളരെയധികം മുന്നിലാണ്. നമ്മുടെ വ്യോമസേനയും നാവികസേനയും അത്യാധുനിക ആയുധങ്ങളാൽ സജ്ജമാണ്. 2019 ബലാക്കോട്ട് വ്യോമാക്രമണം ഓർമ്മയുണ്ടോ? പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർത്ത് ഇന്ത്യ ലോകത്തിന് തങ്ങളുടെ ശക്തി കാണിച്ചു കൊടുത്തതാണത്. ഞങ്ങൾക്ക് ആരെയും ഭയമില്ല എന്ന സന്ദേശവും ഇന്ത്യ അതിലൂടെ നൽകി. അഗ്നി, പൃഥ്വി, ബ്രഹ്മോസ് മിസൈലുകൾ, റാഫേൽ, തേജസ് യുദ്ധ വിമാനങ്ങൾ, INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള വിമാനവാഹിനി കപ്പലുകൾ, ഇവയുടെ മുന്നിൽ പാകിസ്ഥാന്റെ സൈന്യം എത്രയോ നിസ്സാരമാണ്. 1947-48 കാലഘട്ടങ്ങളിലും 1965, 1971, 1999 നടന്ന എല്ലാ യുദ്ധങ്ങളിലും പാകിസ്ഥാൻ തോറ്റു തുന്നം പാറി. ഇപ്പോഴിതാ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നിൽ വീണ്ടും നിലംപരിശായിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2025 ഏപ്രിൽ 22 പാകിസ്ഥാന്റെ പിന്തുണയോടെ പാക് തീവ്രവാദികൾ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ടൂറിസ്റ്റുകൾക്ക് നേരെ നടത്തിയ ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ ചെയ്തത് എന്താണെന്നറിയുമോ? 2025 മെയ് 7 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാന് ശക്തമായ പ്രഹരം നൽകി. 1971 യുദ്ധം ഒന്ന് ഓർത്തു നോക്കൂ. വെറും 13 ദിവസം പാകിസ്ഥാൻ തോൽവി സമ്മതിച്ചു. ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം ജനിച്ചു. ഇതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത്. ഇന്ത്യ ഇന്ന് ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. $3.5 ട്രില്യൺ DGP ആണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. പാകിസ്ഥാന്റേത് വെറും 340 ബില്യൺ മാത്രമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക കരുത്ത് യുദ്ധത്തിൽ ആയുധങ്ങൾ വാങ്ങാനും സൈനികരെ പരിശീലിപ്പിക്കാനും സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും സഹായിക്കുന്നു. ഉദാഹരണമായിട്ട് മേക്ക് ഇന്ത്യ പദ്ധതി നോക്കൂ. നമുക്ക് ആവശ്യമുള്ള മിക്ക ആയുധങ്ങളും നമ്മൾ തന്നെ നിർമ്മിക്കുന്നു. പക്ഷേ പാകിസ്ഥാൻ അവർ ഇപ്പോഴും മറ്റുള്ളവരുടെ ആയുധങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടുങ്ങിയ പാകിസ്ഥാന് ഇന്ത്യയോട് മത്സരിക്കാൻ ഒട്ടും വയ്യ. നമ്മുടെ യഥാർത്ഥ ശക്തി നമ്മുടെ സാംസ്കാരിക ഐക്യമാണ്. 140 കോടി ജനങ്ങൾ, പല ഭാഷകൾ, പല മതങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, എന്നിട്ടും നമ്മൾ ഒന്നാണ്. 1999 കാർഗിൽ യുദ്ധം ഓർത്തു നോക്കൂ. രാജ്യത്തിന്റെ എല്ലാ കോണിൽ നിന്നുമുള്ള സൈനികർ ഒന്നിച്ച് പാകിസ്ഥാനെ ആക്രമിച്ചു തോൽപ്പിച്ചു. പാകിസ്ഥാന്റെ ആന്തരിക പ്രശ്നങ്ങൾ, ഭീകരവാദം, വിഭാഗീയത, അസ്ഥിരത എന്നിവകൾ അവരെ ഇപ്പോഴും ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ പട്ടേൽ എന്നിവർ നട്ടുവളർത്തിയ ഇന്ത്യയുടെ ഐക്യം, അതാണ് നമ്മെ അജയ്യമാക്കുന്നത്. ചന്ദ്രയാൻ, മംഗൾയാൻ, അതുപോലെ
സൗര നിരീക്ഷണ പദ്ധതിയായ ആദിത്യ L1 മുതലായവ ISROയിലൂടെ ഇന്ത്യയുണ്ടാക്കിയ ബഹിരാകാശ നേട്ടങ്ങളാണ്. ഈ നേട്ടങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 2023 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയപ്പോൾ ഇന്ത്യ ലോകത്തിന് അഭിമാനമായി മാറി. DRDO പോലുള്ള സ്ഥാപനങ്ങൾ അത്യാധുനിക ആയുധങ്ങൾ നമുക്ക് വേണ്ടി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാന് ഇത്തരം ശാസ്ത്രീയ കഴിവില്ല. ഒരു യുദ്ധത്തിൽ തന്നെ ഇന്ത്യയുടെ ടെക്നോളജി അവരെ തകർത്ത് തരിപ്പണമാക്കും. ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ നേതാവാണ്. G20, ബ്രിക്സ്, UNO, SCO തുടങ്ങിയ എല്ലായിടത്തും ഇന്ത്യയുടെ ശബ്ദം ശക്തമാണ്. 2023 G20 ഉച്ചകോടിയിൽ ഇന്ത്യയുടെ നേതൃത്വം ലോകം കണ്ടതാണ്. ഒരു യുദ്ധ സാഹചര്യത്തിൽ റഷ്യ, അമേരിക്ക, ഫ്രാൻസ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പം നിൽക്കും. പക്ഷേ പാകിസ്ഥാൻ അവർ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളിൽ പാകിസ്ഥാന് ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിയില്ല. നമ്മുടെ ഇന്ത്യ ലോകത്തിന്റെ തലയെടുപ്പാണ്. എല്ലാ മേഖലകളിലും വിജയിക്കാൻ ജനിച്ച മഹാരാഷ്ട്രമാണ് നമ്മുടെ ഭാരതം. നന്ദി, നമസ്കാരം.